ശിവ എന്നട പണി വെച്ചിരിക്ക എന്ന് പറയാൻ തന്നെയാണ് തോന്നുന്നത്. കാരണം സൂര്യയുടെ പടം, ഞാനൊരു സൂര്യ ഫാനാണ് ഞാൻ. 2.5 വർഷത്തിന് ശേഷം ഒരു പടം വരുമ്പോൾ അത്രയും എക്സൈറ്റഡ് ആണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്രാവശ്യമെങ്കിലും നല്ല ഒരു ഹിറ്റ് അടിക്കും, നല്ല കളക്ഷൻ കിട്ടും എന്നൊക്കെ വിചാരിച്ചാണ്. ഇവരുടെ പ്രൊമോഷൻ കാര്യങ്ങളും അത്രയും ഹൈപ്പായിരുന്നു. പക്ഷെ അതിനുള്ള പടം ഇല്ല, ഒരു ഏവറേജ് പടം എന്ന് പറയാൻ പറ്റുള്ളൂ. കളക്ഷനൊക്കെ ശിവ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നത് 1000 കോടി 2000 കോടി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. 100 കോടി അടിച്ചാൽ വായിക്കാം. അപ്പോൾ ഞാൻ UAE തന്നെ ആയിരിക്കും ഫസ്റ്റ് ഷോ ഉണ്ടായിട്ടുണ്ടാവുക. 14-ാം തീയതി ആണ് റിലീസ്. 13-ാം തീയതി രാത്രി 11:45 ഷോ UAE. ഞാൻ ഫുജറയിലാണ് പോയി കണ്ടത്. ഇപ്പോൾ 2:30 ആയപ്പോൾ റൂമിലെത്തി. പടം ഒരു ഏവറേജ് പടമുള്ളൂ. ശിവയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ശിവയും വേറെ 2 പേരും കൂടിയിട്ടാണ് റേറ്റ് ചെയ്തിരിക്കുന്നത്. പടത്തിന് പോസിറ്റീവ് പറയാനുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പടത്തിൻ്റെ മേക്കിങ് നല്ല രീതിയിലുള്ള മേക്കിങ്ങാണ്. നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് പടം. അതിൻ്റെ ഓരോ വിഷ്വൽസും കണ്ടാൽ അറിയാനായിട്ട് പറ്റും. പിന്നെ നമ്മളെ മരിച്ച ആ എഡിറ്റിങ് പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ തല്ലുമാല കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അത്ര എഡിറ്റിങ്, കാരണം ആ വിഷ്വൽസ് അതിനനുസരിച്ച് വേണം. എന്നാലേ എഡിറ്റിങ് ഒരു ഫസ്റ്റ് ഹാഫിലൊക്കെ കുറച്ച് സീൻസിലൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബാക്കിയൊക്കെ യൂഷ്വലായിട്ട് ക്ലീഷായിട്ടുള്ള എഡിറ്റിങ് തന്നെയാണ് എല്ലായിടത്തും വന്നിട്ടുള്ളത്. മേക്കിങ് പക്കയായിട്ട്. പിന്നെ BGM കാര്യം പറയുകയാണെങ്കിൽ ഒരു BGM ഇട്ട് ഓരോ സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്ത് ബോറടിപ്പിക്കുന്ന രീതിയിലായിരുന്നു. ഉള്ള BGM നന്നായിരുന്നു എന്ന് പറയാം. പക്ഷെ ടോട്ടലി ഇതിനെ സൂര്യനെ പറ്റി പറയേണ്ട കാര്യമാണ്. സൂര്യ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. സൂര്യ ഭയങ്കര ഡെഡിക്കേഷൻ ഇതിന് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് നമ്മൾ പറയാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ ദിശ പട്ടാണിനെ പറയുകയാണെങ്കിൽ, ദിശ പട്ടാണിനെ എന്തിനാ ഇതിലേക്ക് കൊണ്ടുവന്നതെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഈ പടത്തിന് പ്രൊമോഷന് വേണ്ടിയിട്ടോ പടം കുറച്ച് ബോളിവുഡ് ലെവലിലേക്ക് വരാൻ വേണ്ടിയിട്ടോ ആയിരിക്കാം. ദിശ പട്ടാണിക്ക് പകരം വേറെ ഏത് നടി വെച്ചാലും പ്രശ്നം. കാരണം അത്ര കാര്യമായ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ബോബി ഡിയോളിൻ്റെ രംഗങ്ങളൊക്കെ കറക്റ്റ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വീക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് സ്റ്റോറി നല്ല വീക്കായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഒരു 5-10 കൊല്ലം മുമ്പ് ഇത് റിലീസ് ചെയ്യണമെങ്കിൽ നല്ല ഹിറ്റായാണ് പടം. പക്ഷെ ഇപ്പോൾ നമ്മൾ ഒരുപാട് പടങ്ങൾ കണ്ടിട്ട് തഴമ്പിച്ച് ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ മുന്നിലേക്ക് ഈ സ്റ്റോറിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഹിറ്റാവും തോന്നുന്നില്ല. ഒരു ക്ലീഷേ സ്റ്റോറി എല്ലാവർക്കും, ഇപ്പോൾ ചെറിയ പിള്ളേർക്ക് വരെ അസ്യൂം ചെയ്യാൻ പറ്റുന്ന സ്റ്റോറിയാണ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറിയാണ്. ചെറിയ പിള്ളേർക്ക് വരെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറിയാണ്. പക്ഷേ സ്റ്റോറി ക്ലീഷ സ്റ്റോറി ആയിട്ട് ഹിറ്റായ പടങ്ങളുണ്ട്. പക്ഷേ ഇത് സ്റ്റോറി വളരെ ക്ലീഷായി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ഭയങ്കര വീക്കായിരുന്നു. പിന്നെ അത് മാത്രമല്ല, സൂര്യ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചെങ്കിൽ കൂടി, മേക്കിംഗ് നന്നായെങ്കിൽ കൂടി പടം നമുക്ക് ത്രൂ ഔട്ട് കണ്ടിരിക്കാനൊരു ത്രില്ല്, ഇൻട്രസ്റ്റ് കാര്യങ്ങളോ ഇല്ല. അതാണ് മെയിനായിട്ടൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. പിന്നെ പടത്തിൽ സ്റ്റാർട്ടിങ് ആ ഭാഗം സ്റ്റാർട്ടിങ്ങിൽ ഒരു 5-10 മിനിറ്റ് മേക്കിംഗ് പറയുകയാണെങ്കിൽ ഹോളിവുഡ് ലെവലിലുള്ള മേക്കിംഗ് ആണ് ശിവ ചെയ്തിരിക്കുന്നത്. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത്രയും ടോപ്പായിട്ട് ഒരു 5-10 മിനിറ്റ് ഹോളിവുഡ് ലെവൽ അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ 2024 സ്റ്റോറിയിലേക്ക് വരുമ്പോൾ ഭയങ്കര സൂര്യൻ്റെ പഴയ പടങ്ങളിലൊക്കെ പോലെ ഒരു ക്ലീഷായിട്ടുള്ള ഒരു ഓവർ ആക്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് സൂര്യക്ക് ആ സീനിൽ. അപ്പോൾ അതൊക്കെ ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി സംഭവം. ഞാൻ സൂര്യ ഫാനാണെങ്കിൽ കൂടി എനിക്ക് തന്നെ ബോറിംഗ് ആയി. അപ്പോൾ സൂര്യ ഫാൻ അല്ലാത്ത ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എത്രത്തോളം ബോറിംഗ് ആണ് എന്ന് പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രൈബൽ സ്റ്റോറിയിലേക്ക് പോകുമ്പോഴാണ് പിന്നെ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് വരാം. പക്ഷെ എങ്കിൽ കൂടി സ്റ്റോറി പ്രെഡിക്റ്റബിൾ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ കണ്ടിരിക്കാനൊരു മുഷിച്ചിലുണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രൈബൽ സ്റ്റോറി കാര്യങ്ങൾ പറയും. ആ 2 സ്റ്റോറിയും ഇപ്പോൾ നടക്കുന്ന സ്റ്റോറിയും പണ്ടത്തെ സ്റ്റോറിയാണ്. ഇപ്പോൾ നടക്കുന്ന സ്റ്റോറിയും പിന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന സ്റ്റോറിയാണ്. അത് രണ്ടും കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. പക്ഷെ 2 സ്റ്റോറിയിലും നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോറിയും സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. പക്ഷെ മേക്കിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ പക്കയായിരുന്നു. എഡിറ്റിംഗ് വൈസും നന്നായിരുന്നു. BGM കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ സ്റ്റോറി വീക്കായതുകൊണ്ടാണെന്ന് തോന്നുന്നു പടം അത്ര അങ്ങോട്ട് ഹിറ്റാവാൻ സാധ്യതയില്ല. പക്ഷെ വളരെ മോശമാണെന്നും പറയാൻ പറ്റില്ല.
ഒരു ഏവറേജ് എന്നേ പറയുള്ളൂ. ഒരു മേക്കിങ്ങും പിന്നെ ഈ സ്ക്രിപ്റ്റും പിന്നെ സൂര്യൻ്റെ ആക്ടിങ്ങും ബോബി ഡിയോളിൻ്റെ ആക്ടിങ്ങും അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച് ചെയ്യേണ്ട ഒരു പടം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ സ്ക്രിപ്റ്റ് വീക്കാണ്ട് സ്റ്റോറി വീക്കായതുകൊണ്ട് തന്നെ അത്രയും എക്സ്പെക്ട് ചെയ്ത് പോകണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ ഇപ്പോൾ ഫസ്റ്റ് 11 പോയി 2:30 വന്നത്. എനിക്ക് അത്രയും ദഹിച്ചില്ല. ഞാൻ പ്രീമിയർ ഷോയിലാണ് കണ്ടത്. ഇത് ശരിക്കും 42 ദിർഹമാണ് ടിക്കറ്റിന്. ഇത് പ്രീമിയർ ഷോ ആയതുകൊണ്ട് തന്നെ 52 ദിർഹം 10 ദിർഹം കൂട്ടിയിട്ടാണ് ഷോട്ട്. അപ്പോൾ എൻ്റെ ഒപ്പം കണ്ടവർക്ക് അത് ദഹിച്ചില്ല പടം. അപ്പോൾ സ്റ്റോറി ആയിരുന്നു മെയിനായിട്ട് വീക്ക്. ദിശ പട്ടാണിനെ കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടാണ് കൊണ്ടുവന്നത് അറിയില്ല. ചിലപ്പോൾ പ്രൊമോഷൻ കാര്യങ്ങൾ ആയതുകൊണ്ടായിരിക്കാം കൊണ്ടുവന്നത്. പിന്നെ ബാക്കിയുള്ളവരുടെ സെക്ഷൻസ് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പടം ഞാൻ റേറ്റിംഗ് കൊടുക്കണമെങ്കിൽ ഒരു 5-ൽ 3.5 ഒക്കെ കൊടുക്കുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു 3D അല്ല ഞാൻ കണ്ടത്, 2D ആണ്. 3D കാണണം എന്നുള്ളവർക്ക് പോയി കാണാം. എനിക്ക് കണ്ടപ്പോൾ 3Dയിൽ കാര്യമായിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. അത് 2D കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും 3D എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഓൺലൈനായിട്ട് തോന്നുന്നില്ല. പക്ഷെ തിയേറ്ററിൽ ഒരു പ്രാവശ്യം 1 ടൈം വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും പോയിട്ട് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കാം. ഓക്കെ, താങ്ക് യു.